കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ബോണ്ടിങ് ആണ് നമ്മുടെ സംസാര വിഷയം. അപ്പൊ ആദ്യത്തെ തിയറി ആയിട്ടുള്ള വെർണേഴ്സ് കോർഡിനേഷൻ തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് പഴയ തിയറിയാണ് അല്ലെ. ആ തിയറിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബോണ്ടിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ടാമത്തെ തിയറി വാലൻസ് ബോണ്ട് തിയറി. VBT. അപ്പൊ എന്താണ് ഈ തിയറി പറയുന്നത്? ഈ തിയറിക്ക് വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയുടെ ഡ്രോബാക്കുകൾ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകളാണ്. അത് കഴിഞ്ഞ ശേഷം ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കോമ്പൗണ്ടുകളുടെ, അതായത് കോംപ്ലക്സുകളുടെ സ്ട്രക്ചർ പറയുന്നത്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയും. അപ്പൊ രണ്ട് വീഡിയോസിലായിട്ടാണ് കുഞ്ഞുമക്കളെ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്നത് നമ്മുടെ കോംപ്ലക്സിൽ പ്രധാനമായിട്ടും ആരൊക്കെയാണുള്ളത്? മെറ്റലും ലിഗാൻഡും അല്ലെ. മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി തിയറി പറയേണ്ടത്. ഓക്കെ, അപ്പോ ഈ വാലൻസ് ബോണ്ട് തിയറിയുടെ ആദ്യത്തെ പോസ്റ്റുലേറ്റിൽ തന്നെ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്ന് ആദ്യത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്നു. അതിങ്ങനെയാണ്: ഇൻ എ കോംപ്ലക്സ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് is formed by the donation of electron pair by the ligand to the central metal atom. Okay, in a complex, നല്ല ശ്രദ്ധിക്കണം, മാഷെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. in a complex metal ligand bond is formed as a result of donation of electron pair by the ligand to the central metal atom. അതാണ് to the central metal atom. ഓക്കെ, നന്നായിട്ട് നോക്കിയ ഒന്നാമത്തെ പോസ്റ്റുലേറ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്താണ് ഇന്ന കോംപ്ലക്സ് മെറ്റലും ലിഗാൻഡും തമ്മിൽ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? മെറ്റൽ ലിഗാൻഡ് ബോണ്ട് is formed as a result of donation of electron pair by the ligand to the central metal atom. അതായത് ലിഗാൻഡും സെൻട്രൽ മെറ്റൽ ആറ്റവും തമ്മിലുള്ള ബോണ്ട് അത് കോർഡിനേറ്റ് ബോണ്ടാണ് അല്ലേ. ഒരാൾ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റൊരാൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടിന്റെ സ്പെഷ്യൽ ടൈപ്പ് കോർഡിനേറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ ആ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോസ്റ്റുലേറ്റുകളിൽ നന്നായി ശ്രദ്ധിക്കണം മക്കളെ, കുഞ്ഞുങ്ങളോട് ശ്രദ്ധിക്കണം. അടുത്ത പോസ്റ്റുലേറ്റുകളിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ബോണ്ട് ഫോം. ഒന്നാമത്തേൽ പറഞ്ഞു കഴിഞ്ഞു, ബോണ്ട് ഫോം ചെയ്തത് ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയതാണ്. പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനോ കോർഡിനേറ്റ് ബോണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ. കോർഡിനേറ്റ് ബോണ്ട് ആക്ച്വലി കോവാലന്റ് ബോണ്ട് അല്ലേ. കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് ദി കമ്പൈനിങ് ആറ്റംസ്. രണ്ടാറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ രണ്ടാറ്റങ്ങളുടെ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു കോവാലന്റ് ബോണ്ട് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാവണം തീർച്ചയായിട്ടും ഈ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ആ ഓവർലാപ്പിങ്ങിന് മുമ്പ് അവിടെ സംഭവിക്കുന്ന ഓവർലാപ്പിങ്ങിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യം തന്നെ ക്ലൈമാക്സ് പറഞ്ഞു. ക്ലൈമാക്സ് ആണ് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, പക്ഷെ ക്ലൈമാക്സിന് മുമ്പ് സംഭവിച്ച രംഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത പോസ്റ്റുലേറ്റിൽ പറയുന്നത്. ആ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗാൻഡ് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പുകൾ, മെറ്റൽ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പുകൾ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് അടുത്ത 2, 3, 4 പോസ്റ്റുലേറ്റിലായിട്ട് പറയുന്നത്. ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ ആദ്യം ഈ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗാൻഡ് ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ മെറ്റൽ ആറ്റം എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് നേരെ കേൾക്കണം. സെൻട്രൽ മെറ്റൽ ആറ്റം മേക്ക് റിക്വസൈറ്റ് നമ്പർ ഓഫ് empty orbitals. ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് പുറപ്പെട്ടു എന്ന് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് വിവരം കിട്ടി. ആര് വരുന്നുണ്ട്? ലിഗാൻഡ് വരുന്നുണ്ട്. ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലിഗാൻഡ് വരുന്നുണ്ട് എന്ന് മിസ്റ്റർ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് വിവരം കിട്ടി. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ത് ചെയ്യുന്നത് അറിയാവോ? അയാള് ആവശ്യത്തിനുള്ള എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി വെക്കുന്നു. അതിനെ എംപ്റ്റി ഓർബിറ്റൽസ് കാരണം ഉണ്ടാക്കാൻ ലിഗാൻഡ് വരുന്നത് ലോൺ പെയറുമായിട്ടാണ്. എടാ, ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകളുടെ ഷെയറിംഗ് ആണ് ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അത് മ്യൂച്വൽ ആണെങ്കിൽ ഒരാൾ 1 ഇലക്ട്രോണും മറ്റൊരാൾ 1 ഇലക്ട്രോണും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്യുവർ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടായി. പക്ഷെ ഇവിടെ ലിഗാൻഡ് തന്നെ 2 ഇലക്ട്രോണുമായിട്ട് വരികയാണ്. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺ എടുക്കേണ്ട ആവശ്യമില്ല. ലിഗാൻഡ് തന്നെ ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരികയാണ്. ഓക്കെ, ആ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇറക്കി വെക്കണം. അപ്പോഴാണ് ബോണ്ട് ഫോം ചെയ്യുക. അതിനെന്ത് വേണം? സെൻട്രൽ മെറ്റൽ ആറ്റം എന്താ പറയാ, പ്രത്യേകമായിട്ടുള്ള അറകൾ ഒരുക്കി വെക്കണം, റൂമുകൾ ഒരുക്കി വെക്കണം. അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻഡിന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? സെൻട്രൽ മെറ്റൽ ആറ്റം ആവശ്യത്തിന് എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി വെക്കുന്നു. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്ന് വേണ്ടേ? അത് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണോ അത്രയോ. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ 4 എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കിയിട്ട് വെക്കും. കോർഡിനേഷൻ നമ്പർ 5 ആണെങ്കിൽ 5 എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കിയിട്ട് വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. നെക്സ്റ്റ് പോസ്റ്റിലേക്ക് സെൻട്രൽ മെറ്റൽ ആറ്റം കേൾക്കണേ. സെൻട്രൽ മെറ്റൽ ആറ്റം മേക്സ് requisite number of ആവശ്യത്തിന് requisite number of empty orbitals. Okay, requisite number of empty orbitals for what? Okay, requisite number of empty orbitals which is equal to its coordination number. Okay, for the formation of a coordinate bond with ligands. ഓക്കെ, അപ്പോ ആദ്യത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പാണ്. അയാൾ എങ്ങനെയാണ് അതിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ആ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. സോ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആയിട്ടുള്ള അത്രയും എംപ്റ്റി ഓർബിറ്റൽസ് അയാൾ ഉണ്ടാക്കി വെച്ചു. ഫോർ എക്സാമ്പിൾ, അയാളെ ഒരു എന്താ പറയാ, ഒരു 3 പി ഓർബിറ്റലും ഒരു എസ് ഓർബിറ്റലും ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും റെഡിയാക്കി വെച്ചു എന്ന് വിചാരിക്കുക. ആര്? സെൻട്രൽ മെറ്റൽ ആറ്റം ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും റെഡിയാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്താ? അയാളുടെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അതായത് 4 ഇലക്ട്രോൺ പെയറുമായിട്ട് ലിഗാൻഡ്സ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ 4 എംപ്റ്റി ഓർബിറ്റൽസ് റെഡിയാക്കി വെച്ചു. മിസ്റ്റർ സെൻട്രൽ മെറ്റൽ ആറ്റം റെഡിയാക്കി വെച്ചു. പക്ഷെ ഇങ്ങനെ റെഡിയാക്കി വെച്ചപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഒരു തോന്നൽ, ഇതിപ്പോ സാധാരണ അറകളല്ലേ വരുന്നത്, പുതിയാപ്പളന്റെ ആൾക്കാരാണ്.
അവരെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കൊണ്ടുവരുന്ന ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധാരണ അറ്റോമിക് ഓർബിറ്റൽസ് പറ്റൂല. അവർക്ക് പണക്കം വന്നാലോ, അതുകൊണ്ട് ഇതിനെ പറ്റൂല. ഇതിനെ ഒന്ന് അലങ്കരിക്കണം, ഈ അറകളെ ഒന്ന് അലങ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് അയാൾ ആ സെൻട്രൽ മെറ്റൽ ആറ്റം അതിനൊന്ന് അലങ്കരിക്കുകയാണ്. എങ്ങനെയെന്ന് അറിയാവോ? ആ അലങ്കരിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ അതായത് ഈ 4 ഓർബിറ്റലുകൾ ഒന്ന് മിക്സ് ചെയ്യുന്നു. അദ്ദേഹം ആ 4 ഓർബിറ്റലുകൾ പരസ്പരം മിക്സ് ചെയ്തിട്ട് പുതിയ 4 ഓർബിറ്റൽസ് ഉണ്ടാക്കിയെടുക്കും. അതിന്റെ അർത്ഥം എന്താ? എന്റെ പേരെന്താ? പണ്ട് പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് പുതിയ സെറ്റ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. പ്രോസസ്സിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ ഉണ്ടാക്കുന്ന ന്യൂ സെറ്റ് ഓർബിറ്റൽസിന്റെ പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതായത് ഇദ്ദേഹം ഈ 4 ഓർബിറ്റൽസിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ 4 ഓർബിറ്റൽസ് ഉണ്ടാവും. 1 2 3 4. മാഷ കാണിച്ചത് കണ്ടാ? എല്ലാം ഒരേപോലെ ഒരുമിച്ചില്ല കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം ഈ 4 ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്, ഒരേ ഷേപ്പാണ്, ഒരേ സൈസാണ്. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇത്. ഓക്കെ. അപ്പോ അടുത്ത പോസ്റ്റുലേറ്റ്, ഈ ഉണ്ടാക്കി വെക്കുന്ന എംപ്റ്റി ഓർബിറ്റൽസ് പരസ്പരം മിക്സ് ചെയ്തിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നു. വെറുതെ ആയിട്ട് മാറുന്നില്ല. ഈ 4 ഒരേപോലെയുള്ളതാണ്. ഇതിന്റെ പേരാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 4 മിക്സ് ചെയ്താൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിൽ ഒന്നിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. എല്ലാം ഇതേപോലെ, കാണാനെല്ലാം ഇതേപോലെ. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടൂല, ഒരു ഓർഡർ ഇല്ലാതെ അറേഞ്ച് ചെയ്യപ്പെടില്ല. ആ 4 ഒരു ഡെഫിനിറ്റ് ജോമെട്രിക് ഫാഷനിലാണ് അറേഞ്ച് ചെയ്യപ്പെടുക. sp3 ആണെങ്കിൽ ആ 4 ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ. ഇങ്ങനെ എത്രയാണ് ഇപ്പൊ 6 വരുന്നുണ്ടെങ്കിൽ ആ 6 ലിഗാൻസ്, 6 ഇലക്ട്രോൺ പെയറുമായിട്ട് ലിഗാൻസ് വരുന്നുണ്ട് എങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റം 6 എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആ 6 എംപ്റ്റി ഓർബിറ്റൽസ് ആയിരിക്കും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുക. അങ്ങനെ പുതിയ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. അവർ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്, സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാക്കുന്ന ഈ എംപ്റ്റി ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയി മാറുന്നു. ആ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക് ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ്, ദീസ് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ടു ഫോം ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ്. ഏത്? ഈ എംപ്റ്റി ഓർബിറ്റൽസ്. ദീസ് ഓർബിറ്റൽസ് hybridize to form new set of orbitals. Okay, which are arranged in a definite geometric fashion. Okay, which are arranged in a definite geometric fashion. Okay, അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ടാണ് കുഞ്ഞുമക്കളെ നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായത്. ഇനി ഒന്നുകൂടി, അപ്പൊ എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി അതിനെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിട്ട് അലങ്കരിച്ച് വെച്ചു. ഇനി ആ ഹൈബ്രിഡൈസേഷന്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. ആ ഹൈബ്രിഡൈസേഷന് ചിലപ്പോൾ ഡി ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യും. അതായത് മിക്സ് ചെയ്യപ്പെടുന്ന ഓർബിറ്റൽസിൽ ചിലപ്പോൾ ഡി ഓർബിറ്റൽസ് ഉണ്ടാവും. ആ ഡി ഓർബിറ്റൽസ് ചിലപ്പോൾ ഇന്നർ ഡി ഓർബിറ്റൽ ആവാം, ചിലപ്പോൾ ഔട്ടർ ഡി ഓർബിറ്റൽ ആവാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഷ് പറയാം. ഡി ഓർബിറ്റൽ, നെക്സ്റ്റ് പോസ്റ്റ് ഇതാണ്. ഡി ഓർബിറ്റൽസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഹൈബ്രിഡൈസേഷൻ d orbitals involved in the hybridization may be either inner d orbital or outer d orbital, or inner d orbitals or outer d orbitals. അതാ അങ്ങനെ രണ്ട് ടൈപ്പിലെ ഡി ഓർബിറ്റൽ ഉണ്ടോ? ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ,
ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഡി ഓർബിറ്റൽസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. 3D മൂന്നാമത്തെ ഷെല്ലിലെ ഡി ഓർബിറ്റൽസ് 1 2 3 4 5. മൂന്നാമത്തെ ഷെല്ലിലെ ഡി ഓർബിറ്റല്, നാലാമത്തെ ഷെല്ലിൽ എസ് ഓർബിറ്റല്, അഞ്ചാമത്തെ ഷെല്ലിൽ നാലാമത്തെ ഷെല്ലിലെ പി ഓർബിറ്റല്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന, അതായത് മിക്സിംഗിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽസ് ഇവരാണെന്ന് വിചാരിക്കാം. 3 പി ഓർബിറ്റലും 1 എസ് ഓർബിറ്റലും 2 ഡി ഓർബിറ്റലും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു വിചാരിക്കും. അപ്പൊ ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഡി ഓർബിറ്റൽ ഏത് ഷെല്ലിലെയാ? ലാസ്റ്റത്തെ ഷെല്ല് 4 ആണ്. ആ ഷെല്ലിലെയാണോ? അല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഷെല്ലിലെ ഡി ഓർബിറ്റലാണ്. ഓക്കെ, 2 ഡിയും 1 എസും 3 പി ഓർബിറ്റൽസും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു. അതിൽ ആ 2 ഡി ഓർബിറ്റലും ലാസ്റ്റത്തെ ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ലിലെ ഡി ഓർബിറ്റൽസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഇന്നർ ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനിയില്ല, ചിലപ്പോൾ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. 4s 4p 4d. ഒരു 4sഉം 3 4pയും ഒരു 2 4dയും ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു. ഈ 5 എണ്ണം പരസ്പരം മിക്സ് ചെയ്ത് വിചാരിക്കും മക്കളെ. അപ്പൊ അവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത ഡി ഓർബിറ്റല് മുമ്പത്തെ ഷെല്ലിലെയാണോ ലാസ്റ്റത്തെ ഷെല്ലിലെയാണോ? ലാസ്റ്റത്തെ ഷെല്ലിലെ. അപ്പൊ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ എങ്കിൽ ഇത് നമ്മൾ പറയും ഔട്ടർ ഡി ഓർബിറ്റൽ. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത ഡി ഓർബിറ്റൽ ഔട്ടർ ഡി ഓർബിറ്റൽ ആണ്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽ ഇന്നർ ഡി ഓർബിറ്റൽ ആണ്. ഓക്കെ, 2 രീതിയിൽ വരാം. മനസ്സിലായോ? എസും പിയും ലാസ്റ്റത്തെ ഷെല്ലിലെയും ഡി അതിന്റെ തൊട്ട് മുമ്പത്തെ ഷെല്ലിലെയും ആവാം, അല്ലെങ്കിൽ എസും പിയും ഡിയും അവസാനത്തെ ഷെല്ലിലെ തന്നെ ആവാം. ഓക്കെ, ഇനി അടുത്തത്, അതായത് ഒരേ ഷെല്ലിലെ തന്നെ ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലാതെ അവിടെ. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഹൈബ്രിഡൈസേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. കേൾക്കണേ. അപ്പൊ അവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഹൈബ്രിഡൈസേഷന്റെ തൊട്ട് മുമ്പ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സംഭവിക്കുന്നതിന് മുമ്പ് ഡിയിൽ ഇത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോസ്റ്റിലേക്ക് ഒന്ന് നോക്കിയേ. സെൻട്രൽ മെറ്റൽ ആറ്റം മേക്ക് റിക്വസൈറ്റ് നമ്പർ ഓഫ് എംപ്റ്റി ഓർബിറ്റൽസ്. അല്ലെ, സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാക്കുന്നത് എംപ്റ്റി ഓർബിറ്റൽ ആവണല്ലോ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ എംപ്റ്റി ഓർബിറ്റൽ ഇല്ലല്ലോ. ഡിയിൽ എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടോ? പറ മക്കളെ, ഇല്ലല്ലോ. ഇതിന് പിന്നെ എന്താ, ഇലക്ട്രോൺ ഓക്യുപൈഡ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എംപ്റ്റി ഓർബിറ്റൽ ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ഇവരായിരിക്കും റെഡിയാക്കി വെക്കുക. പക്ഷെ ചിലപ്പോൾ എന്താണെന്ന് അറിയാവോ, ചില പ്രത്യേക തരം ലിഗാൻസ് വരുമ്പോൾ, നല്ലോണം ശ്രദ്ധിക്കണം, ചില പ്രത്യേക തരം ലിഗാൻസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, കാർബണിൽ ലിഗാൻഡ്, അമീൻ ലിഗാൻഡ്, NH3 ലിഗാൻഡ്, CN- ലിഗാൻഡ്, ഇങ്ങനെയുള്ള ചില ലിഗാൻഡുകൾ വരുമ്പോൾ എന്താണെന്ന് അറിയാവോ, ഇവന്മാര് വരുന്നു എന്ന് അറിയുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം എന്താക്കുന്ന അറിയാം. ഈ ഡി ഓർബിറ്റലിൽ, ഇന്നർ ഡി ഓർബിറ്റലിൽ ഒറ്റക്കുള്ള ഇലക്ട്രോണുകളെ കണ്ട ആ ഒറ്റക്കുള്ള ഇലക്ട്രോണുകളെ പിടിച്ചിട്ട് ഒന്നിച്ചു കൂട്ടും. ഇയാളെ കൂട്ടിയിട്ട് ഇയാളെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇനിയിപ്പോ അതാ ഇത് ഇവിടെ ഇലക്ട്രോൺ ഒന്ന് മാത്രമെന്ന് വിചാരിക്കാം. അപ്പൊ ഇയാളെ ഇങ്ങോട്ട് എടുക്കും. അതായത് ഇലക്ട്രോണെ പരസ്പരം പേരേൽപ്പിക്കും. എപ്പോഴില്ല, ചില പ്രത്യേക തരം ലിഗാൻഡുകൾ വരുമ്പോൾ മാത്രം. ഒന്നുകൂടി നോക്ക്. ലിഗാൻഡ് വരുന്നതിന് മുമ്പ് ഡി ഓർബിറ്റൽസ് ഇങ്ങനെയാണ് ഉള്ളത് വിചാരിക്കാം. അപ്പോൾ ലിഗാൻഡ് വരുമ്പോൾ അതിന്റെ ഇലക്ട്രോൺ പേറുകളെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എംപ്റ്റി ഓർബിറ്റൽസ് ഉണ്ടാക്കി വെക്കണമല്ലോ. ഇവിടെ സാധാരണ രീതിയിൽ ഇപ്പൊ നോക്കുന്ന സമയത്ത് എംപ്റ്റി ഓർബിറ്റൽ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക, ഇവരെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കില്ല, ബാക്കി അങ്ങോട്ടുള്ളവരെയാണ് സെലക്ട് ചെയ്യുക എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ചിലപ്പോൾ എന്താക്കുന്ന അറിയാം, സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻഡ് ആരെന്ന് അറിഞ്ഞാല് ഇത് ഇവരൊക്കെയാണ് വരുന്നത് എങ്കിൽ ഈ ഒറ്റക്കുള്ള ഇലക്ട്രോണിനെ പിടിച്ചിട്ട് പേര ചെയ്യിപ്പിക്കും, ജോഡികളാക്കിയിട്ട് വെക്കും. ഒറ്റക്ക് നിൽക്കണ്ടെന്ന് പറയും. അതായത് ഇതാ ഈ ചങ്ങായിനെ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്തായി, അത് എംപ്റ്റിയായി. ഈ ചങ്ങായിനെ ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എന്താ, ഇതും എംപ്റ്റിയായി. ഓക്കെ, അപ്പൊ അത് വരുന്ന ലിഗാൻഡിന്റെ ഒരു കഴിവ് പോലെ ഉണ്ടാവും. ഓക്കെ, അതേസമയത്ത് ഇങ്ങനെയുള്ള ലിഗാൻഡ് ആണെന്ന് വിചാരിക്കുക, F-Cl- H2O ഇങ്ങനെയുള്ള ലിഗാൻഡുകളൊക്കെ വന്നാൽ ഒന്നും സംഭവിക്കില്ല. നോക്കണേ,
ഇങ്ങനെയുള്ള ലിഗാൻഡുകളാണ് വരുന്നത്. ആ പറയപ്പെട്ട 3 ലിഗാൻഡുകളിൽ ഏതെങ്കിലും ലിഗാൻഡ് വന്നാൽ പെയറിംഗ് സംഭവിക്കില്ല. അപ്പൊ ഹൈബ്രിഡൈസേഷനിൽ ഈ ഓർബിറ്റൽസ് പങ്കെടുക്കില്ല, ഇവരെ ഒഴിവാക്കും, പിന്നെ അങ്ങോട്ടുള്ളവരെ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പെയറിംഗ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ ലിഗാൻഡ് വരുമ്പോൾ. അത് സാധാരണ സംഭവിക്കുന്നത് എവിടെയാണ്? ഇന്നർ ഓർബിറ്റൽ, ഇന്നർ ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന കേസിലാണ്. ഔട്ടറിൽ അത് വരില്ല. അത് നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത്. ഔട്ടറിൽ എന്തുകൊണ്ടില്ല, ഇന്നറിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ ആ പോയിന്റ് കൂടി കുഞ്ഞുമക്കളൊന്ന് എഴുതി ചേർക്കണം. എന്താണ്? സംടൈംസ് എന്ത് സംഭവിക്കും? unpaired electrons, sometimes the unpaired electrons in out inner d orbitals coupled as fully as possible, as fully as possible to make some of the d orbitals vacant, ഓക്കെ. അപ്പൊ ഇത്രയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം റെഡി ആവുന്നതിനെ കുറിച്ചിട്ടാണ് 3 പോയിന്റുകളായിട്ട് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ ക്ലൈമാക്സ് രംഗം ഫുള്ള് പറഞ്ഞു. ഇങ്ങനെയാണ് ബോണ്ട് ഉണ്ടായത്. ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരുന്നു, സെൻട്രൽ മെറ്റൽ ആറ്റം അത് കൈനീട്ടി സ്വീകരിക്കുന്നു, അങ്ങനെ അവിടെ ബോണ്ട് ഉണ്ടായി, കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടായി. ഒന്നാമത്തെ പോസ്റ്റേറ്റ് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാക്കുന്ന അയാൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്? അയാൾ എംപ്റ്റി ഓർബിറ്റൽസ് റെഡിയാക്കി വെക്കുന്നു, അയാളുടെ കോർഡിനേഷൻ നമ്പർ ഈക്വൽ ആയിട്ടുള്ള അത്രയും. അതിനെ ഹൈബ്രിഡൈസേഷനിൽ എന്താ പറയുക, ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പുതിയ സെറ്റ് ഓർബിറ്റൽസ് ആക്കി മാറ്റുന്നു. പിന്നെയോ ആ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഡി ഓർബിറ്റൽസിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ് നാലാമത്തെ പോസ്റ്റേറ്റ് പറയുന്നത്. ഇനി ലിഗാൻഡിന്റെ വരവിനെ കുറിച്ചിട്ടാണ് അടുത്ത പോസ്റ്റേറ്റ്, 5ാമത്തെ പോസ്റ്റേറ്റിൽ പറയുന്നത്. ലിഗാൻഡ് വെറും കൈയോടെ വരാൻ പറ്റൂല, കൈ വീശിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. സെൻട്രൽ മെറ്റലാക്കട്ടെ എംപ്റ്റി ഓർബിറ്റൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ആ ആളുകളെ കയറിക്കൂടാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണുകൾ വീതം കൊണ്ടാണ് ഓരോ ലിഗാൻഡും വരേണ്ടത്. മിനിമം 1 പെയർ ഇലക്ട്രോൺ എങ്കിലും ഒരു ലിഗാൻഡിന്റെ കയ്യിൽ വേണം. ഓക്കെ, 1 പെയർ ഇലക്ട്രോൺ. അതെങ്ങനെയുള്ളത്? ലോൺ പെയർ ആവണം, വേറൊന്നുമായിട്ട് ബോണ്ടഡ് ആയിട്ടുള്ളതാവാൻ പാടില്ല. മിനിമം അറ്റ്ലീസ്റ്റ് 1 ലോൺ പെയർ ഇലക്ട്രോൺ എങ്കിലും ഒരു ലിഗാൻഡിന്റെ കയ്യിൽ വേണം. ഓക്കെ, ഈച്ച് ലിഗാൻഡ് ഹാസ് at least one lone pair. Okay, each ligand has at least 1 lone pair electrons. Okay, I mean at least 1 orbital having lone pair of electrons. At least 1 orbital having lone pair of electrons. ഓർബിറ്റലിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അത് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ കേട്ടോ. 1 orbital having lone pair of electrons. Okay, next. അങ്ങനെ സെൻട്രൽ മെറ്റൽ ആറ്റം റെഡിയായി, ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരുന്നു. ഇനിയാണ് എന്ത് സംഭവിക്കുന്നത്? ഇതാണ് ലിഗാൻഡിന്റെ 2 ഇലക്ട്രോണുമായിട്ട് വരാണ്, ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരാണ്. ഓക്കെ, ഇതാണ് ലിഗാൻഡിന്റെ ലോൺ പെയർ ഇലക്ട്രോൺ, അത് ഉൾക്കൊള്ളുന്ന ഓർബിറ്റലാണ് ഇതെന്ന് വിചാരിക്കുക. ഇത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ എംപ്റ്റി ഓർബിറ്റൽ. എന്ത് ചെയ്യുന്നു? ഈ ഫുൾഫിൽഡ് ആയിട്ടുള്ള ലിഗാൻഡിന്റെ ഓർബിറ്റൽ എംപ്റ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അതായത് ഇതാ സെൻട്രൽ മെറ്റൽ ആറ്റം ഒരു 5 ഓർബിറ്റൽ റെഡിയാക്കി വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, 5 അല്ല 4 ഓർബിറ്റൽ റെഡിയാക്കി വെച്ചു എന്ന് വിചാരിക്കാം, എംപ്റ്റി ഓർബിറ്റൽ. ഓക്കെ, അവിടേക്ക് ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരാണ്.
ഓക്കെ 4 ലിഗാൻഡ് ലോൺ പെയർ ഇലക്ട്രോണുമായിട്ട് വരാം. ഓക്കെ എന്ത് ചെയ്യുന്നു? ഈ ലോൺ പെയർ ഇലക്ട്രോണിനെ ഇവിടെ ഇറക്കിയിട്ട് വെക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട്, ഒരു കോർഡിനേറ്റ് ബോണ്ട്, ഒരു കോർഡിനേറ്റ് ബോണ്ട്, ഒരു കോർഡിനേറ്റ് ബോണ്ട്, 4 കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. ഓക്കെ നെക്സ്റ്റ് അത് ആ ബോണ്ട് ഇതാ ഈ ക്ലൈമാക്സ് രംഗത്തിന് ഒന്നുകൂടി പറയാം. ഓക്കെ ദി എംപ്റ്റി ഓർബിറ്റൽ ഓഫ് central metal atom empty hybrid orbital കേട്ടാ empty hybrid orbital of a central metal atom overlap with a full filled orbital of a ligand to form metal ligand coordinate bond. അപ്പൊ ഇത് കണ്ട ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തത് എന്നല്ലേ പറഞ്ഞത്. ആ ബോണ്ട് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഇങ്ങനെ ഒരു ബോണ്ട് ഫോർമേഷൻ നടന്നാൽ ആ കോംപ്ലക്സിന് വരാവുന്ന പോസിബിൾ സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ geometry of the molecule is കേൾക്കണേ is octahedral. മോളിക്യൂളിന്റെ ജോമെട്രി octahedral ആണ് if the hybridization നമ്മൾ കണ്ടില്ല നേരത്തെ പറഞ്ഞില്ലേ ഡെഫിനിറ്റ് ജോമെട്രിക് ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടുന്ന പറഞ്ഞില്ലേ ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പ് ഏതാണോ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാക്കുന്ന എംപ്റ്റി ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഏത് ടൈപ്പിലാണോ അറേഞ്ച് ചെയ്യപ്പെടുന്നത്, അതായത് ഹൈബ്രിഡൈസേഷൻ ഏത് ടൈപ്പിലാണോ അതായിരിക്കും കോംപ്ലക്സിന്റെ ജോമെട്രി. ഓക്കെ geometry of the complex okay geometry of the complex is octahedral if the hybridization is sp3d2 or d2sp3. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ sp3d2 ഓ d2sp3 ഓ രണ്ടൊന്നല്ല, ഇത് വ്യത്യസ്തമാണ്. ഇവിടെ ഡി ഓർബിറ്റൽ ഔട്ടർ ഡി ഓർബിറ്റൽ ആണ്, ഇത് ഇന്നർ ഡി ഓർബിറ്റൽ ആണ്. ഓക്കെ അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ജോമെട്രി ഏതാണ്? ഒക്ടാഹെഡ്രൽ ആണ്. അതേസമയം ടെട്രാഹെഡ്രൽ if the hybridization is sp3 and square planar if it is dsp2. okay അപ്പോൾ ഈ പറയപ്പെട്ട ജോമെട്രി ഹൈബ്രിഡൈസേഷൻ വന്നാൽ ഈ പറയപ്പെട്ട ജോമെട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് സ്ക്വയർ പ്ലാനാർ ജോമെട്രിയും ടെട്രാഹെഡ്രൽ ജോമെട്രിയും ഒക്ടാഹെഡ്രൽ ജോമെട്രിയും ഇതാണ് സാധാരണ രീതിയിൽ വരാവുന്ന ജോമെട്രികൾ. ഓക്കെ അപ്പോൾ ഏതാണ് ശരിയായ ജോമെട്രിക് ഫാഷൻ എന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയപ്പെട്ട VVT ഉപയോഗിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകളുടെ ജോമെട്രി അതേപോലെ തന്നെ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത മാഗ്നറ്റിക് പ്രോപ്പർട്ടി കോംപ്ലക്സുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടി ഈ VVT ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സാമ്പിൾ